നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ ഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്ന് പറഞ്ഞതിന് ശേഷം നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. ഈർഷുർവി ദേശനിരതോ ലുബ്ധോ ദ്യുതിമാൻ ധനാന്വിദ്വാ ഖ്യാതഃ യുദ്ധോത്സുകശ്ച നിപുണോ ദുഷ്പ്രേഷ്യോ ജായതേ വിശാഖായാം. അതായത് വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഈർഷ്യയും അന്യദേശവാസവും പിശുക്കും കാന്തിയും ധനവും പ്രസിദ്ധിയും ഉള്ളവരായി ഭവിക്കുമെന്നാണ്. കൂടാതെ യുദ്ധത്തിൽ ഉത്സാഹമുള്ളവരായിട്ടും സമർത്ഥരായിട്ടും നികൃഷ്ടമായിട്ടുള്ള ഭൃത്യവേലകളെ പോലും ചെയ്യുന്നവരായിട്ടും ഭവിക്കും എന്നാണ് ഫലം. വിശാഖ നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വിശാഖ നക്ഷത്രത്തെ കുറിച്ച് വളരെ വിശദമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒട്ടേറെ പ്രയോജനം ചെയ്യും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 വിശാഖ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തുലാം വൃശ്ചികം രാശികളിലായിട്ടാണ് വിശാഖ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. തുലാക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 3/4 ഭാഗവും വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 4-ാം പാദവും മാത്രമാണ്. തുലാക്കൂറുകാരായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള വർഷമാണ് വരുന്നത്. പൊതുവെ വിശാഖ നക്ഷത്രക്കാർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. ബാങ്കിൽ നിന്നുമൊക്കെ വായ്പ അനായാസം ലഭിക്കുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് മുതലായവയിൽ നിന്നൊക്കെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിനായി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള വർഷമാണ്. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രവാസികൾക്ക് അതൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന വർഷമാണ്. 5-ാം ഭാവത്തിൽ രാഹു നിൽപ്പുണ്ട്. അത് ചിലപ്പോൾ തുലാക്കൂറുകാരെ ആശയക്കുഴപ്പം ഉണ്ടാക്കിച്ചേക്കാം. വൃശ്ചികക്കൂറുകാർക്കും അതേ പ്രശ്നം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 5-ൽ ശനി നിൽപ്പുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച് വലയാനുള്ള സാഹചര്യം ഉണ്ടാകും. മനസ്സിന് ചില അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് വീട് മാറേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ ശാഠ്യവും ശീലങ്ങളും ഒക്കെ ചില വിഷമങ്ങൾ സൃഷ്ടിച്ചേക്കാം. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാനുമുള്ള സാഹചര്യം ഉണ്ടാകാം. ശാസ്ത്രീയ മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ മുന്നേറ്റം വളരെ മന്ദഗതിയിലാകുന്നതാണ്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും പുതിയ പ്രേമബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യത്തിന്റെ സമയമാണ്. ദൈവാധീനം കൂടെ ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.